അതിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നമ്മുടെ അടുത്ത് പലരും ചോദിക്കുന്നൊരു സാധനമാണ്, ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇൻറ്റീരിയർ ചെയ്യണം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളതിൻ്റെ ബെഞ്ച് മാർക്ക് എനിക്ക് ആക്ച്വലി മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ തിരിച്ച് പറയും. മീൻസ് ഇപ്പോൾ പറഞ്ഞല്ല, എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് എൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ശരി, വേറൊരാളുടെ ബഡ്ജറ്റ് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാറി. അയാളുടെ ബഡ്ജറ്റ് അല്ല മറ്റൊരാളുടെ ബഡ്ജറ്റ്. സോ നമ്മളെപ്പോഴും ഇപ്പം നമ്മളെ ആയിക്കോട്ടെ ആരെ വിളിക്കുമ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ട് എനിക്കിതാ ഇത്ര ലക്ഷത്തിനുള്ളിൽ തീരണം എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. അതെ, ഇപ്പോൾ നമ്മളെ പല കാര്യത്തിന് വിളിക്കുമ്പോഴും എല്ലാവരും കോമൺ, ഏത് ഇൻഡസ്ട്രിയിൽ നിന്നില്ല, എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു സെല്ല് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ചെയ്യുമ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ വേണം. നമ്മൾ സിനിമ പറയുന്നത് ഇതാ, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ്? ഇത് രണ്ടുമാണ് അതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് അറിഞ്ഞാലേ കേൾക്കുന്നവർക്ക് നമ്മളല്ല വേറൊരാളാണെങ്കിൽ പോലും കേൾക്കുന്നവർക്ക് അതെ 100% കൃത്യമായൊരു മറുപടി പറയാൻ പറ്റും. ഇതിൽ നിങ്ങളുടെയൊക്കെ കൺഫ്യൂഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളിപ്പോൾ പറയാണ് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ 10 ലക്ഷം രൂപ എൻ്റെ ബഡ്ജറ്റ് അതിനകത്ത് തീരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഈ 10 ലക്ഷം രൂപ ലൂട്ട് ചെയ്ത് മുങ്ങാനായിട്ടാണ് ഇവന്മാരുടെ പ്ലാൻ, അതല്ലേ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇൻറ്റീരിയറിൽ വളരെ സത്യസന്ധമായൊരു കാര്യം പറയാം, ഈ 10 ലക്ഷം രൂപയെ ഒതുക്കുക എന്ന് പറയുന്നതാണ് വലിയ നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല. ഇൻറ്റീരിയറിൻ്റെ ഏറ്റവും വലിയ ഫ്രീഡം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കാശ് കളയാം എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ അതിന് ഞാൻ കോട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു 3 സെൻറ്റിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നു, ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അതേസമയത്ത് ഒരു 1 ഏക്കർ സ്ഥലത്ത് ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നു, വളരെ എളുപ്പമാണ്. കാരണം അയാളുടെ കയ്യിൽ പൈസ ഇഷ്ടംപോലെ ഉണ്ട്, എവിടെയും കോംപ്രമൈസ് ചെയ്യേണ്ട, സ്റ്റഡി ചെയ്യേണ്ട, മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കോസ്റ്റ്ലി മെറ്റീരിയൽ വാങ്ങിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ തിരിച്ച് 3 സെൻറ്റിൽ 800 സ്ക്വയർ ഫീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് മടുക്കും. കാരണം നമുക്ക് മോശം വരികയും ചെയ്യരുത്, നല്ല പ്രോഡക്റ്റ് വേണം, ഏറ്റവും ബഡ്ജറ്റ് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് ഒതുങ്ങിയിരിക്കണം. അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടി.